1996 സൂര്യനെല്ലിയിൽ വെച്ച് 42 പേർ ചേർന്ന് 40 ദിവസം ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച്. അന്ന് ആ പെൺകുട്ടിയുടെ ടാഗ് ലൈൻ എന്ന് പറയുന്നത് സൂര്യനെല്ലിയിലെ പെൺകുട്ടി എന്നാണ്. പക്ഷെ ആ പെൺകുട്ടിയെ പീഡിപ്പിച്ച ഒരുത്തിൻ്റെ ടാഗ് ലൈൻ ഇല്ലായിരുന്നു. ഇന്ന് കേരളത്തിലും പത്തനംതിട്ടയിൽ ഒരു കുഞ്ഞ് പീഡനത്തിന് ഇരയായപ്പോഴും അവളുടെ ടാഗ് ലൈൻ എന്ന് വെച്ചാൽ പത്തനംതിട്ടയിലെ പെൺകുട്ടി എന്ന രീതിയിലുള്ള ടാഗ് ലൈനിലുള്ള എല്ലാവരും അറിയപ്പെടണം. അല്ലെങ്കിൽ അത് പറഞ്ഞ് എക്സ്പ്ലോയിറ്റ് ചെയ്യും. അവളുടെ ടാഗ് ലൈൻ അങ്ങനെ ആയി തീരും. മനസ്സിലായില്ലേ? കാരണം ഇന്ന് ഏകദേശം ചർച്ചാ വിഷയമാകുന്ന പല കാര്യങ്ങളും ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമാക്കേണ്ടതായിട്ട് ഒരു കാര്യമാണിത്. മനസ്സിലായില്ലേ? കാരണം 13 വയസ്സ് പ്രായമുള്ളപ്പം ഈ കുഞ്ഞിനെ പീഡിപ്പിച്ച ആൾക്കാർ, അത് കുഞ്ഞ് 18 വയസ്സിലാണ് പറയാൻ അതിന് അവസരം കിട്ടിയുള്ളൂ. അതിൽ ഏറ്റവും വിഷമിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്, അത് വന്ന് പറഞ്ഞപ്പം പോലും അതിനോട് തിരിച്ച് പറയുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ഇത്രയും നാൾ അവിടെ മിണ്ടാതിരുന്നില്ല, ഇത്ര നാൾ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് കമൻറ്റ് സെക്ഷനിൽ കൊണയടിക്കുന്ന കുറേ കഴിവറ മക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം എനിക്ക് കിട്ടിയെന്ന് പറയുന്നത്, എനിക്ക് ഈ പറയാനുള്ള കാര്യം മനസ്സിൽ ഇട്ടുകൊണ്ടിരിക്കാൻ പറ്റും. എനിക്ക് ചിലവന്മാരെ പോലെ ഈ കമൻറ്റ് സെക്ഷൻ വന്നിരുന്ന് കൊണ പഠിക്കാൻ അറിഞ്ഞുകൂടാ. മനസ്സിലായില്ലേ? ചുമ്മാ ഇരുന്നോ 4 കൊണ പറയണല്ല കാര്യം. കൃത്യമായിട്ട് കാര്യങ്ങൾ അറിഞ്ഞ് സംസാരിക്കാൻ പറ്റണം. ഇപ്പം നീ പറഞ്ഞ ഞാൻ നെറ്റ് റീച്ച്, അതൊക്കെ നിൻ്റെ കാര്യങ്ങൾ, അതൊക്കെ എനിക്ക് അറിയേണ്ട കാര്യമില്ല. പക്ഷേ ഇത് പറയണം. മനസ്സിലായില്ലേ? കാരണം ആ കുഞ്ഞ് 13 വയസ്സിൽ കഷ്ടപ്പെട്ട് അത്രയും എക്സ്പ്ലോയിറ്റ് ചൂഷണം ചെയ്യപ്പെട്ട കുറേ അവന്മാരുണ്ട്. അവന്മാരുടെ ഒക്കെ മുഖംമൂടികൾ അല്ല, ഈ പറഞ്ഞ ഏകദേശം 64 പേരുണ്ട്, അത്രയും പേരെ പിടിച്ചിട്ടുണ്ട്. ആ കുഞ്ഞ് ഓരോ തവണ 32 പേരെ ഡയറിയിൽ എഴുതിയതും ബാക്കിയുള്ള ഫോൺ നമ്പർ ഇപ്പോൾ എഴുതി വെച്ചിരുന്നു. ഇന്ന് അതിന് പറയാൻ കിട്ടിയൊരു അവസരം കിട്ടിയപ്പോൾ അത് പറയാം. ഒരു പക്ഷേ ആ കൗൺസിൽ നടത്തിയില്ലായിരുന്നെങ്കിൽ ഈ കുഞ്ഞ് ഒരിക്കലും പറയാൻ പോകില്ല. അതൊക്കെയാണ് നീയൊക്കെ മനസ്സിലാക്കണം. അല്ല ഇത്ര നാൾ ആ കുഞ്ഞ് ഇരുന്നില്ല, എന്ത് പറഞ്ഞില്ല എന്നുള്ളതല്ലേ ചിന്തിക്കേണ്ട. ഇത്രയും നാളെ പറയുന്ന അവസരം കിട്ടില്ല എന്നുള്ളതാണ്. ആ വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം. പത്തനംതിട്ട പോക്സോ കേസിൽ അറസ്റ്റിലായവർ 47ആയി. ഇന്ന് 3 പേരാണ് അറസ്റ്റിലായത്. ഒരാളെ ചെന്നൈയിൽ നിന്നും അറസ്റ്റ് ചെയ്തു. ആകെ രജിസ്റ്റർ ചെയ്ത FIR 31ആയി. പ്രതികളിൽ 5 പേർക്ക് പ്രായം 18 വയസ്സിൽ താഴെയാണ്. ഇന്ന് ഇതുവരെ 47 പ്രതികളാണ് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുള്ളത്. ജില്ലയ്ക്ക് പുറമെ പത്തനംതിട്ട ജില്ലയിലും കല്ലമ്പല സ്റ്റേഷനിലാണ് മറ്റൊരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ കേസിലും പ്രതി സ്വന്തം കൂട്ടുകാരനെ നടിച്ചുപോലും, പ്രണയം നടിച്ചുപോലുമാണ് കുട്ടിയെ കൊണ്ടുപോയി പീഡിപ്പിച്ചിട്ടുള്ളത്. പലരും പല സ്ഥലങ്ങളിൽ. അതിലവിടുത്തെ കച്ചവടക്കാരുണ്ട്, കായിക ഇനത്തിലുള്ള കുറച്ച് ആൾക്കാരുണ്ട്, അങ്ങനെ കൂട്ടുകാരുണ്ട്, അങ്ങനെ പലരും പല രീതി എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കുട്ടിയെ ഒരാൾ ഇത്രയും നാളിട്ട് ഇങ്ങനെ പീഡിപ്പിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് എല്ലാവർക്കും അറിയാം. എങ്കിൽ പോലും ആരും അതിനെ കൈയടത്താനോ, ഇത് പല സ്ഥലങ്ങളിലും ഏറ്റവും കൂടുതൽ പ്രശ്നം എന്ന് പറഞ്ഞത് ഒരു പബ്ലിക് പ്ലേസിലായിരുന്നു. ബസ് സ്റ്റാൻഡിൽ അവിടെ ഇവിടെയൊക്കെ പബ്ലിക്കായിട്ട് ഏറ്റവും, അപ്പോൾ അത് നമ്മുടെ പരാജയമാണ്. ഇപ്പം ഞാൻ ഉൾപ്പെടുന്ന സമൂഹത്തിൻ്റെ പരാജയമാണ്. കാരണം ഇങ്ങനെ ഒരു പബ്ലിക് പ്ലേസിലാണ് പലതവണ പലയിടത്തും വെച്ചിട്ട് ഒരു ഇൻസിഡന്റ് നടന്നിട്ടുള്ളത്. അപ്പോഴും പോലും പ്രതികരിക്കാനോ ഇത് ഒന്നും ചെയ്യാൻ പറ്റാതെ ഞാൻ ഉൾപ്പെടുന്ന സമൂഹത്തിൻ്റെ പരാജയം തന്നെയാണ്. അത് നിഷ്പക്ഷം നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ്. നമ്മളെ പരാജയം തന്നെയാണ്. ഒരിക്കലും നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം ഇന്ന് ആ കുഞ്ഞ് വിളിച്ചു പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഇത് വേറൊരു ഫേസിലുള്ളൊരു കാര്യമാണ്. അതായത് ഏതൊരു കുഞ്ഞിനും ഏതൊരു പ്രായത്തിലും ഏതൊരാൾക്കും കൊടുക്കേണ്ട സാധനമാണ് സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ. സെക്സ് എന്ന വാക്കുകൾ നെറ്റി ചുളിക്കുന്ന കുറേ അമ്മാവന്മാരും കുറേ മാവന്മാരും സ്കൂളുകളിലും ഉണ്ട്. ഞാൻ പഠിച്ചപ്പോൾ സ്കൂളുകളിൽ സെക്സ് എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കാൻ പോലും അത് നെറ്റി ചുളിക്കുന്ന ഒരു കാലം ഇന്നും ഉണ്ട്. വർഷങ്ങൾ നീണ്ടുപോയെന്ന് പറഞ്ഞ കാര്യമൊന്നുമില്ല. ഇന്നും അത് വാക്കുകൾ പറയുമ്പോൾ പോലും അത് എന്തോ വേറെ കാര്യം പോലെയാണ്. പക്ഷെ അത് ഏതൊരാൾക്ക് കൊടുക്കേണ്ട എഡ്യൂക്കേഷനാണ്. അത് എന്താണ്, അത് എങ്ങനെയാണ് എന്നുള്ളതൊരു കുഞ്ഞിലെ മുതൽ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. അപ്പം നമ്മുടെ അച്ഛനും അമ്മയും നമുക്ക് ആ സമയം പറഞ്ഞു തരേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇതൊക്കെ. അങ്ങനെ കൃത്യമായിട്ട് ഗൈഡൻസോട് കൂടി ഒരു കുഞ്ഞ് പോകണം. അല്ലെങ്കിലാണ് ഓരോരുത്തന്മാർ എന്താണെന്ന രീതിയിൽ പോലും മനസ്സിലാക്കാതെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റും. കാരണം കുഞ്ഞുങ്ങൾ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ത്രെറ്റ് ചെയ്താൽ മതി. ഒരു കുഞ്ഞിനെ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്നത് ചെയ്ത് അത് ചിന്തിച്ചു പോകും. അയ്യോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ സംഭവിക്കുമല്ലോ, അപ്പോൾ ഇങ്ങനെ ചെയ്യൂല. നല്ല രീതിയിൽ ഭീഷണിപ്പെടുത്തി മുമ്പോട്ട് പോകാൻ പറ്റുന്ന ഏതൊരു കുഞ്ഞിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇത് വെളിയിൽ പറയാത്തത്. കാരണം 13-14 വയസ്സുള്ളപ്പോൾ ഞാനായിരുന്നാലും നിങ്ങളായിരുന്നാലും ഏത് രീതിയിലായിരുന്നു എന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. ആ പ്രായത്തിൽ നമ്മളും വലിയ രീതിയിൽ മെച്യൂരിറ്റി ഒന്നും വരില്ല. 25-26 ഒക്കെ വരുമ്പോൾ ഒരാൾക്ക് അത് മെച്യൂരിറ്റി വരുന്നത്. അപ്പോഴും ആ സമയത്ത് ഒരു മെച്യൂരിറ്റി ഫീൽ ചെയ്യാത്തൊരു കുഞ്ഞ് എന്ത് പറയും? ഇന്ന് ചിലപ്പം 30 വയസ്സിലോ 35 വയസ്സിലോ 25 വയസ്സിലോ ഇരുന്ന് ഞാൻ പറയുവാണ്, അല്ലെങ്കിൽ കുറേ പേര് കമന്റ് സെക്ഷനിൽ വലിയ ഡയലോഗ് അടിക്കുന്നുണ്ട്, അന്ന് പറഞ്ഞുകൂടെ എന്ന്. ഈ പറഞ്ഞ അവന്മാരോ ഞാൻ ഉൾപ്പെട്ടിരിക്കുന്ന ആ സമയത്ത് എനിക്ക് പറയാൻ പറ്റൂല. അങ്ങനെയൊന്നും ആ സമയത്ത് അങ്ങനെയൊന്നും പറയാൻ പറ്റൂല. കാരണം അന്ന് അതിനെക്കുറിച്ചൊരു ബോധവൽക്കരണമൊന്നും ഇല്ല, ഈ അവയർനെസ് ഒന്നും ഇല്ല അത്രയ്ക്ക്. അതേസമയം 2012 പോസ്കോ നിയമം തന്നെ നിലവിൽ വരുന്നത്. അന്ന് നിയമം വന്നിട്ട് പോലും ഇന്നും ആ നിയമം വലിയ പ്രാബല്യത്തിൽ ഉണ്ടെങ്കിൽ പോലും ആ നിയമം കൊണ്ട് ഒന്നും ഉണ്ടാകാൻ പറ്റിയില്ല.
കാരണം നിയമങ്ങൾ വരുമ്പോഴും അതിന് ലൂപ്പ് ഹോൾസ് കണ്ടുപിടിക്കാൻ ഏറ്റവും കൂടുതൽ ആൾക്കാർ ടൈം ഇൻവെസ്റ്റ് ചെയ്യണം കൂടുതൽ. ഏതൊക്കെ രീതിയിൽ ലൂപ്പ് ഹോൾ കണ്ടുപിടിച്ച് വെളിയിൽ പോകാന്നുള്ളതാണ്. അപ്പൊ ആ നിയമം പ്രാബല്യം വന്നപ്പം പോലും ഇവന്മാർക്ക് അത്ര ഇതൊന്നുമില്ല, ആ നിയമത്തിനും അങ്ങനെയൊന്നുമില്ല. ഓരോ കാര്യങ്ങൾ കൃത്യതയോട് കൂടി ചെയ്യാന്നുള്ളത് ഏതൊരാളുടെയും ഒരു നമ്മുടെയൊക്കെ ഒരു സപ്പോർട്ടും കാര്യങ്ങളും അതിനകത്ത് വേണം. അപ്പോൾ ഒരാൾ ഒരു കാര്യമെന്ന് പറയുവാണ്, അപ്പം ഇത് കുഞ്ഞിൻ്റെ ആയിരുന്നാലും ആരായിരുന്നാലും അവർക്കൊരു ക്രൈം നേരിട്ട് നടന്നു അല്ലെങ്കിൽ ഇന്ന് നടന്നു നമ്മൾ അറിയുമ്പം അതിനെ സപ്പോർട്ട് ചെയ്യുന്ന അറിഞ്ഞിട്ടാണ് അവരൊന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന വെച്ചാൽ സപ്പോർട്ടീവ് മൈൻഡ് അല്ല, അവരെ എങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാം, പിന്നെ നീ ഇങ്ങനെ പറഞ്ഞു, നീ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു പറയുമ്പോൾ അവരൊരിക്കലും ഒന്നും പറയില്ല. ഇത് തന്നെയാണ് അതിൻ്റെ കുഞ്ഞിൻ്റെ കേസിൽ നടന്നത്. അത് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് അതിന് വരാൻ പറ്റിയില്ല. കാരണം എൻ്റെ സമൂഹം ഇങ്ങനെയാണോ അത് മനസ്സിലാക്കി, എൻ്റെ സൊസൈറ്റി ഇങ്ങനെയാണ്, എൻ്റെ സൊസൈറ്റി എന്നെ ട്രീറ്റ് ചെയ്യണം എങ്ങനെയാണ്, ഈ രീതിയിലാണ് ആൾക്കാർ എന്നെ കാണുന്നത്, എൻ്റെ ലൈഫിൽ ഉണ്ടാകുന്ന ആൾക്കാരും ഇങ്ങനെയാണ്, എൻ്റെ വീട്ടുകാരും ഇങ്ങനെയാണ്. ഇങ്ങനെ കുറേ കാലമായിട്ട് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൊച്ചു എന്തുവെന്ന് പറയാൻ വേണ്ടിയാണ്? ഇപ്പം എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർ എൻ്റെ സപ്പോർട്ടീവ് അല്ല, എന്നെ ഈ രീതിയിൽ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ മനസ്സിലാക്കാൻ ഞാൻ ഒരിക്കലും എൻ്റെ കാര്യം തുറന്നു പറയാൻ ശ്രമിക്കൂല. ഇത് ലോജിക്കലി ചിന്തിച്ചു നോക്ക്. ഇത് ഒരിക്കലും ഈ ഒരു പത്തനംതിട്ട ഈ ഒരു സ്ഥലത്ത് ഒതുങ്ങേണ്ട ഒരു കാര്യമല്ല. ഇത് വേൾഡ് വൈഡ് എവിടെയായിരുന്നാലും എല്ലാ പാരൻസ് ആയിരുന്നാലും കുട്ടികളെ ബോധവൽക്കരണ അവയർനെസ് കൊടുക്കേണ്ട കാര്യമാണ്. ഒരാൾ സംസാരിക്കുമ്പോഴും അയാൾ എന്താണ് പറയുന്നത്, ഒരു ബാഡ് ടച്ച് എന്താണ്, ഗുഡ് ടച്ച് എന്താണ്, അയാളെ കുഞ്ഞിനടുത്ത് സംസാരിക്കുമ്പോൾ ഏത് രീതിയിലാണ് സംസാരം വരുന്നത്, അത് നമ്മൾ നമ്മുടെ സമൂഹത്തിനോട് ഇറങ്ങി നോക്കണം ഏത് രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുന്നോ. ആ ഒരു മോറൽ പോലീസിങ് നമുക്കും ആവാം, പക്ഷെ അത് പ്രോപ്പറായിട്ട് നടത്തണം. ഈ മോറൽ പോലീസിങ് എന്ന് പറയുന്ന മറ്റേ രണ്ടുപേർ റോഡിൽ പോയി നിൽക്കുമ്പോൾ അടിച്ചിട്ട് എഴുതി ഓട്ടിക്കണമല്ല, കൃത്യമായിട്ട് കണ്ണൂർ നോക്കണം എവിടെയാണ് ക്രൈം നടക്കണേന്ന്, എന്നിട്ട് അറ്റ്ലീസ്റ്റ് റിപ്പോർട്ട് ചെയ്യാൻ പറ്റണം. മനസ്സിലായില്ലേ? മാൻഡേറ്ററി ആയിട്ടൊരു പോസ്റ്റ് കേസ് എന്ത് കാര്യം നമ്മൾ ചെയ്യാൻ നമ്മൾ മാൻഡേറ്ററി ആയിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ പറ്റും, അത് ചെയ്യണം. അല്ലാതെ മോറൽ പോലീസിങ് നടത്താൻ പോകില്ല. അങ്ങനെയുള്ള ചേട്ടന്മാർക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാം, എങ്കിൽ നമ്മുടെ സമൂഹം പിന്നെയും വളരും. ഞാനെന്ന് പറഞ്ഞാൽ ഞാൻ ഉൾപ്പെടെ എൻ്റെ സമൂഹം തന്നെയാണ് ഇതിൻ്റെ വലിയൊരു പരാജയം എന്ന് പറയുന്നത്. കാരണം എന്നെ കൊണ്ട് പറ്റിയില്ല, അല്ലെങ്കിൽ എന്നെ ചുറ്റുമുള്ളത് കൊണ്ട് പറ്റണില്ല. അപ്പൊ സർക്കാരിനെയോ അല്ലെങ്കിൽ അതിന് പോലീസുകാരോ അല്ല വിമർശിക്കേണ്ടത്, അവനവനെ തന്നെ വിലയിരുത്തണം ഓരോ കാര്യം നടക്കുമ്പോഴും. അല്ല അന്ന് സർക്കാർ അത് ചെയ്ത് അല്ല ഇത് ചെയ്ത് അവരെ കൊണ്ട് ലിമിറ്റേഷൻസ് ഉണ്ട്. എല്ലാവർക്കും ലിമിറ്റേഷൻസ് ഉണ്ട് ലൈഫിൽ. ആ ലിമിറ്റേഷൻസ് എല്ലാവരും ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും ഒരുമിച്ച് നിന്നാൽ മാത്രം നമുക്ക് ഒരു സാധനം കംപ്ലീറ്റ് തുടച്ച് മാറ്റാൻ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് വേണ്ടി ടൈം ഇൻവെസ്റ്റ് ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ്. അപ്പം ഈ ഒരു കേസിലായിരുന്നാൽ പോലും നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പറഞ്ഞ കേസിൽ അകപ്പെട്ടവന്മാർ മാക്സിമം ശിക്ഷ കിട്ടുക എന്നുള്ളതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷെ എനിക്ക് പറയാനുള്ള നേരം നിങ്ങൾ കുറച്ചും കൂടെ ഈ എന്താണ് ഈ സെക്സ് എഡ്യൂക്കേഷൻ എന്നും അതിൽ എന്താണ് മനസ്സിലാക്കണം എന്ന് വെച്ചാൽ അങ്ങനെ ഉള്ളത് കുറച്ചും കൂടെ അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അത് ഏത് രീതിയിലായിരുന്നു, അത് സ്കൂളുകളിൽ നിന്നാണെന്ന് അതിൻ്റെ അവിടുന്ന് റൂട്ട് എടുത്ത് അവിടുന്ന് തന്നെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുക. ചെറിയ ക്യാമ്പയിൻസ് വഴി എങ്ങനെയാണെങ്കിലും അത് നമ്മൾ വെളിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. എത്തിച്ച് അതിൽ നിന്ന് കുറച്ച് ആൾക്കാർ അവയർനെസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടും ഇതിനെക്കുറിച്ചുള്ളത്. അപ്പോൾ കുറച്ചും കൂടെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാനും എന്തെങ്കിലും രീതിയിലുള്ള ഇൻസിഡൻസ് നടക്കുമ്പോൾ അതിനെ അവോയ്ഡ് ചെയ്യാനും ആൾക്കാർക്ക് സാധിക്കും. അതാണ് എനിക്ക് ഏറ്റവും കൂടെ പറഞ്ഞു തരാനുള്ളത്. ബാക്കിയുള്ള ഈ കമന്റ് സെക്ഷനിൽ ഇപ്പൊ എൻ്റെ വീഡിയോ തന്നെ കമന്റ് സെക്ഷനിൽ പറഞ്ഞ കൊണ കേൾക്കാം, കുറേ കാലം കേൾക്കാം, എനിക്ക് കേൾക്കാം. കാരണം എനിക്കൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ എനിക്കിതിൽ വന്ന് പറയണമെന്ന് തോന്നി ഞാൻ പറയും. മനസ്സിലായില്ലേ? അതിലിപ്പോൾ നീയൊക്കെ ഒന്ന് കൊണയടിച്ചാലും എന്നെ ബാധിക്കുന്ന കാര്യമല്ല അത്. പക്ഷെ പറയാനുള്ള കൃത്യമായി പറയാന്നുള്ളതാണ്. അല്ല ചുമ്മാ ഇരുന്നുകൊണ്ട് ചുമ്മാ അത് ഇതെന്ന് പറഞ്ഞ് അങ്ങോട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. സംസാരിക്കേണ്ടത് സംസാരിച്ചിരിക്കണം. എങ്കിലേ നമുക്ക് നമ്മളേതായ ഒരു ഐഡന്റിറ്റി ഉള്ളൂ ലൈഫിൽ. അല്ലാതെ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. പറയാനുള്ള പറഞ്ഞ് തന്നെ ജീവിക്കണം. ഓക്കെ.